നമസ്കാരം. മസാല ബോണ്ട് കേസിൽ മന്ത്രി തോമസ് ഐസക്കിനെതിരെ വീണ്ടും ഇഡി. തോമസ് ഐസക് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് ആവർത്തിച്ചാണ് ഇഡി ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇഡി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക്കിന് നൽകിയ ഹർജിക്കെതിരെ ഇഡി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ നൽകാൻ പോലും തോമസ് ഐസക് തയ്യാറാകുന്നില്ല എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. തങ്ങൾക്ക് കേസ് അന്വേഷിക്കാൻ അധികാരമുണ്ടെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നും ഇഡി സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി. ഇഡി വേട്ടയാടുകയാണ് എന്നും സമൻസ് അയച്ചത് നിയമവിരുദ്ധമാണ് എന്നുമാണ് അതേസമയത്ത് മറുവശത്ത് തോമസ് ഐസക് വാദിക്കുന്നത്. 5 തവണയാണ് ഇതുവരെ മസാല ബോണ്ട് കേസിൽ ഇഡി തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതിനു മുമ്പ് ഇഡി അന്വേഷണവുമായി കിഫ്ബി സഹകരിക്കുന്നില്ല എന്നും അത് സഹകരിക്കുകയല്ലേ വേണ്ടത് എന്നും എന്തിനാണ് ഇഡിയെ ഇത്രയധികം ഭയക്കുന്നതെന്നുമെല്ലാം ചോദിച്ച് ഹൈക്കോടതി രംഗത്തെത്തിയതാണ്. സമൻസിന് മറുപടി നൽകുകയല്ലേ വേണ്ടതെന്നും അന്വേഷണം വിലക്കാനാകില്ല എന്നും ജസ്റ്റിസ് ദേവരാമചന്ദ്രനാണ് അന്ന് വ്യക്തമാക്കിയത്. ക്രിമിനൽ അന്വേഷണമല്ല നടക്കുന്നതെന്നും കിഫ്ബി സഹകരിച്ചാൽ കേസ് അന്വേഷണം വേഗം തീർക്കാൻ ഇഡിയെ കൊണ്ട് സാധിക്കുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് കിഫ്ബിയുടെ വാദം. ഇഡി നൽകിയിരിക്കുന്ന എല്ലാ സമൻസുകളും ഒരേ സ്വഭാവമുള്ളതാണെന്നാണ് റിപ്പോർട്ട്. കിഫ്ബി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നേരിട്ട് ഹാജരായി മറുപടി നൽകി എന്നിട്ടും സമൻസ് ആവർത്തിക്കുകയാണ് എന്നും കിഫ്ബി അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. ആവശ്യപ്പെട്ട രേഖകൾ ഇഡിക്ക് നൽകിയതാണ് എന്നാണ് കിഫ്ബിയുടെ വാദം. എന്നാൽ ആ നൽകിയ രേഖകൾ നിയമസാധുതയില്ലാത്തതാണ് എന്ന് ഇഡി വ്യക്തമാക്കി. ഈ രേഖകൾ ഡിജിറ്റലായി നിയമപരമാക്കണമെന്നതായിരുന്നു ഇഡിയുടെ വാദം. കിഫ്ബിക്ക് വേണ്ടി ഹാജരാകുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് പി ദത്താറിന്റെ സൗകര്യം കണക്കിലെടുത്ത് ഹർജി ഫെബ്രുവരി 1 വീണ്ടും പരിഗണിക്കാൻ മാറ്റിയിരുന്നു. മസാല ബോണ്ടുകൾ ഇറക്കിയതിൽ വിദേശ നാണയ വിനിമയ നിയമത്തിന്റെ ലംഘനം പരിശോധിക്കാൻ ഇഡി സമൻസ് നൽകിയതിനെതിരെ കിഫ്ബി നൽകിയ ഹർജി ഹൈക്കോടതി അന്ന് പരിഗണിച്ചു. സമൻസ് ചോദ്യം ചെയ്യുന്നത് നിയമം ദുരുപയോഗം ചെയ്യാനാണെന്നത് കോടതിയെ അറിയിച്ചിട്ടുള്ളത് നിർണായക ഘട്ടത്തിലുള്ള അന്വേഷണം തടസ്സപ്പെടുത്തുകയാണ് എന്നും ആ കേസ് നിശ്ചലമാക്കുകയാണ് ഹർജിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഇഡി അന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വിഷയത്തിൽ ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസ് അന്വേഷണവുമായി യാതൊരു തരത്തിലും തോമസ് ഐസക് സഹകരിക്കുന്നില്ല എന്നതാണ് ഇഡിയുടെ ആരോപണം.